ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ സേമിയ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്യൂസും കുറച്ച് ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ 1.5 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് ഒന്ന് വറുത്തെടുക്കുകയാണ്. റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും ആ നെയ്യിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മധുരം വേണം ഈ ഒരു സ്നാക്സിന്. അപ്പോൾ കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിൽ ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ സേമിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഇല്ലേ, അതൊന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്കൊന്നിട്ടിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സേമിയയുടെ മിക്സില്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ടോപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അതൊന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും അത് നമുക്ക് നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ വെച്ചുള്ള ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.